കോഴിക്കോട്ടേക്കാണ് പോകുന്നത്, വീണ്ടും മലബാറിലേക്ക്. കോഴിക്കോടിന്റെ കഥ എന്താണ് ഇപ്പോൾ എന്ന് നോക്കണം. കൊല്ലത്ത് നോക്കിയല്ലോ, അവിടെ LDF-നാണ് മേൽക്കൈ. നമ്മൾ അതിനു മുൻപ് തിരുവനന്തപുരം നോക്കി, LDF-നാണ് ഇപ്പോൾ മേൽക്കൈ. കണ്ണൂർ നോക്കി, സ്വാഭാവികം LDF-നാണ് മേൽക്കൈ. കോഴിക്കോട്ടേക്ക് വരുമ്പോൾ എന്താണ്? മലബാർ മേഖലയിലാണ്. അവിടുത്തെ കഥ എന്താണ് മഹേഷ്? 27 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ, അതിൽ 18ഇടത്തും LDF, 9ഇടത്ത് UDF വരുന്നു. ജില്ലാ പഞ്ചായത്തിൽ കോർപ്പറേഷനിൽ, കോഴിക്കോട് കോർപ്പറേഷനിൽ 75 സീറ്റിൽ 50 സീറ്റും LDF. ഒരു ക്ലിയർ മെജോറിറ്റി അവിടെ LDF-ന് കണ്ടു. UDF 18ഇടത്ത്, BJP 7 വാർഡുകളിൽ ജയിച്ചു കയറി നമ്മൾ കണ്ടു. നഗരസഭകൾ നോക്കൂ, ഇവിടെയാണ് കേട്ടോ UDF-ന് ഒരു നേരിയ പ്രതീക്ഷയുള്ളത്. 7 നഗരസഭകളിൽ 4ഇടത്തും UDF, കോഴിക്കോട്ട് 3ഇടത്ത് LDF. ഒരു എഡ്ജ്, ഒരു കയറ്റം അത് നഗരസഭകളിലാണ് UDF-നുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തുകൾ ആകെ 12, 10ഇടത്തും LDF. 2 ബ്ലോക്ക് പഞ്ചായത്തുകൾ UDF-ന്. ഗ്രാമപഞ്ചായത്തുകൾ 70 ഗ്രാമപഞ്ചായത്തുകൾ കോഴിക്കോട് ജില്ലയിൽ. 42ഇടത്ത് LDF, 28ഇടത്ത് UDF-നുണ്ട്. അപ്പോൾ ഒന്ന് ഫൈറ്റ് ചെയ്ത് നോക്കാം എന്ന് UDF സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷൻ ഒരു ഫൈറ്റ് ഉണ്ടാകുമെന്ന് UDF തന്നെ പറയുന്നുണ്ട്. അവിടെ UM ഉൾപ്പെടെയുള്ള ആളുകളെ സ്ഥാനാർത്ഥികളായി കൊണ്ടുവരാനുള്ള കോൺഗ്രസിന്റെ നീക്കവും UDF-ന്റെ നീക്കവും കാണുന്നുണ്ട്. എന്നാൽ ഇതാണ് ഒരു ക്ലിയർ പിക്ചർ. നഗരസഭയിൽ മാത്രം UDF. നിഷാദ്. ശരി, കോഴിക്കോട്ടേക്ക് പോകുന്നു. മുഹമ്മദ് അസ്ലം ചേർന്നു. അസ്ലം, കോഴിക്കോട്ടേക്ക് വരുമ്പോൾ UDF-ന് പലതരത്തിലുള്ള പോസിറ്റീവ് സാധ്യതകളുണ്ടോ? LDF ഓഫ് കോഴ്സ് അവിടെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയായിട്ട് അവരെ നിലയുറപ്പിക്കുന്നു അചഞ്ചലമായി. പക്ഷെ കോഴിക്കോട്ടേക്ക് വരുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ അവർക്കുണ്ട്. പ്രാദേശികമായ പല വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പം ഷാഫി പറമ്പിലേക്കൊപ്പമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ കോഴിക്കോടുകാരാണ്. അങ്ങനെ പലതരം ഘടകങ്ങളുണ്ട്. സോ കോഴിക്കോട്ടെ പോരാട്ടം ഇത്തവണ തീ പാറുന്നതായിരിക്കുമോ? LDF-ന് കൃത്യമായ മേൽക്കൈ എല്ലാ മേഖലയിലും, മുനിസിപ്പാലിറ്റികൾ എടുത്ത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ മേഖലയിലും കൃത്യമായ മേൽക്കൈയുള്ള ഒരു ജില്ലയാണ് LDF-നെ സംബന്ധിച്ച് കോഴിക്കോട് ജില്ല. അതുകൊണ്ട് തന്നെ അവിടെ UDF-നെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി ഉയർത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കോൺഗ്രസിനെ കുറിച്ചാണെങ്കിൽ കോൺഗ്രസ് 10-20 വർഷമായിട്ട് MLA പോലും ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ മുതൽ തന്നെ നേരത്തെ തന്നെ ഒരു മുന്നൊരുക്കങ്ങൾ വരുത്തി ഒരു വെല്ലുവിളി ഉയർത്താൻ പല സ്ഥലങ്ങളിലും ഒരു വെല്ലുവിളി ഉയർത്തിയാനാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൽ അതോടൊപ്പം തന്നെ അവിടെ സീറ്റുകൾ വർദ്ധിപ്പിക്കുക. ഇപ്പോൾ 18 എന്നുള്ളത് സീറ്റുകളായി 9 എന്നുള്ളത് സീറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ്. അതോടൊപ്പം തന്നെ കോർപ്പറേഷനിൽ ഇത്തവണ VM വിനു ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട താരങ്ങളെ ഇറക്കിക്കൊണ്ട് ഒരു മത്സരമാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥയിൽ നിന്നും സീറ്റുകൾ വർദ്ധിപ്പിക്കാനുമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതേസമയം അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ പഞ്ചായത്തുകളുടെ കണക്കിൽ നഗരസഭയിൽ എന്തായാലും ഇപ്പോൾ തന്നെ 4 കയ്യിലുണ്ട്. രാമനാട്ടുകര, ഫറൂഖ്, കൊടുവള്ളി, അതോടൊപ്പം തന്നെ പയ്യോളി. അത് നിലനിർത്താൻ കഴിയുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ എന്തായാലും മാറ്റം വരുമെന്ന് തന്നെയാണ് കോൺഗ്രസ് കരുതുന്നത്. കാരണം ഇപ്പോൾ ആകെയുള്ള 72 പഞ്ചായത്തിൽ 28 മാത്രമാണ് UDF-നുള്ളത്. അതിൽ മാറ്റം വരും. 2010 ഏറെക്കുറെ തുല്യമായിട്ടും അല്ലെങ്കിൽ 1-2 പഞ്ചായത്ത് സ്ഥാനവും പ്രസിഡന്റ് സ്ഥാനമെങ്കിലും വർദ്ധിച്ചത് കോൺഗ്രസിനും UDF-നുമായിരുന്നു. അതുപോലത്തെ ഒരു സാഹചര്യത്തിലേക്ക് 2010 സാഹചര്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. പലതരത്തിലുള്ള ഘടകങ്ങളുണ്ട്. കാരണം സർക്കാരിനെതിരായ പൊതുവായ വികാരം ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വടകരയിൽ ഷാഫി പറമ്പിൽ MP വന്നതിന് ശേഷം ആ മേഖലയിൽ ആകെ തന്നെ ഒരു ഉണർവ് UDF ഉണ്ടായിട്ടുണ്ട്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കുക. പ്രത്യേകിച്ച് വടകര കോഴിക്കോട് ഉൾപ്പെടുന്ന ഉത്തര മേഖലയുടെ ചുമതല ഷാഫി പറമ്പിലാണ് കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഷാഫിക്കും ഒരു ടാർഗറ്റാണ് കോഴിക്കോട് മേഖലയിൽ നിന്നും കൂടുതൽ പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതും വാർഡുകൾ പിടിച്ചെടുക്കുക എന്നുള്ളതും അയാളുടെ കൂടി ഒരു ടാർഗറ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു ഷാഫി ഫാക്ടർ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ അറിയുന്ന ഘടകമായിരിക്കും. അതുപോലെ തന്നെ ഫ്രഷ് കട്ട് ഉൾപ്പെടെ നിരവധി പ്രാദേശികമായ പ്രശ്നങ്ങൾ CPM നേരിടുന്നുണ്ട്. കാരണം ഈ ജനകീയ പ്രശ്നങ്ങളിലൊക്കെ തന്നെയും ഒരു വശത്ത് LDF അല്ലെങ്കിൽ CPM ഒരു ഘട്ടത്തിൽ പ്രതിരോധത്തിൽ പോയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിലൊക്കെ തന്നെയും ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ കഴിയുമെന്നുള്ളതാണ് UDF ശ്രമിക്കുന്നത്. അതേസമയം CPM സമയത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നല്ല മേൽക്കൈയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അത് പിടിച്ചു നിർത്തിയാൽ പോലും കൃത്യമായി തന്നെ LDF-ന് മേൽക്കൈ ഉണ്ടാകുന്നതാണ്. BJPയെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ BJPക്ക് പഞ്ചായത്തുകളൊന്നും ജില്ലയിലില്ല, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുമില്ല. ആ കൂടി നല്ലൊരു പ്രസൻസ് ഉണ്ട് എന്ന് പറയുന്നത് കോർപ്പറേഷനിലാണ്. 7 കൗൺസിലർമാരാണ് ഉള്ളത്. അത് 10 മുകളിലേക്ക് 2 അക്കത്തിലേക്ക് മറികടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതോടൊപ്പം തന്നെ മറ്റ് പല പഞ്ചായത്തുകളും അവർക്ക് സ്വാധീനമുള്ള പഞ്ചായത്തുകളിലും മെമ്പർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതും അവരുടെ ഘടകമാണ്. എന്തായാലും LDF-നുള്ള മുൻതൂക്കം ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത. അതേസമയം UDF-ഉം കോൺഗ്രസും കൃത്യമായി തന്നെ നേരത്തെ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ പരിശോധന മുതൽ തുടങ്ങി കോൺഗ്രസും ലീഗും ചേർന്നുള്ള മുന്നണികൾ നേരത്തെ തന്നെ സീറ്റ്
ജനങ്ങളൊക്കെ പൂർത്തിയാക്കി മുന്നോട്ട് പോയതിൻ്റെതായ മുന്നൊരുക്കത്തിന്റെയും കുറച്ചു നാളായി തന്നെ ഇനി അടുത്തവണ നിയമസഭയിലേക്ക് വരുമ്പോൾ ഇവിടുന്ന് MLA ഉണ്ടാകും എന്ന രീതിയിൽ കോൺഗ്രസ് എടുത്ത പണിയുടെയും റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്ന് അറിയാം. നമുക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഒരു കൃത്യമായ ഒരു മുന്നൊരുക്കം അവർ നടത്തിയിട്ടുണ്ട്. അതേസമയം LDF-നെ മറികടക്കുക അത്ര എളുപ്പമല്ല. കോഴിക്കോട് ജില്ലയിൽ LDF-നെ മറികടക്കുക കോഴിക്കോട് ജില്ലയിലും കോൺഗ്രസിന് UDF-ന് അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം.